JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മലയാളം ആക്ടർ ഇന്ദ്രജിത്തിൻ്റെ വീട്ടിലേക്കാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നടൻ സുകുമാരൻ്റെയും നടി മല്ലിക സുകുമാരൻ്റെയും മകനായി 1979 ഡിസംബർ 17 ജനിച്ചു. ഇന്ദ്രജിത്ത് ചെന്നൈയിലെ ഷൈൻവൈൻ കണ്ണി സീനിയർ സെക്കൻഡറി സ്കൂൾ, കൂനൂരിലെ സെൻറ് ജോസഫ് ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്തു. പിന്നീട് കുടുംബം കേരളത്തിലേക്ക് മാറിയ ശേഷം നെയ്യാറ്റിൻകരയിലെ NSS പബ്ലിക് സ്കൂൾ, പൂജപ്പുരയിലെ സെൻറ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലും പഠിച്ചു. സൈനിക സ്കൂൾ കഴക്കൂട്ടത്തു നിന്നാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവിടെ ടെന്നീസ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. രാജാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. അതിനുശേഷം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ട്രെയിനിയായി ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. ആയിരത്തി 1986 പടയണി എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ടായിരത്തി ഊമപ്പെണ്ണ് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത്. അതേ വർഷം ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന സിനിമയിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച SI ഈപ്പം പാപ്പച്ചി എന്ന വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിന് പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ ഇന്ദ്രജിത്തിനുള്ള കഴിവ് പല ചിത്രങ്ങളിലും വിവിധ വേഷങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് സഹായകരമായി. ഈ കാണുന്നതാണ് മലയാളം ആക്ടർ ഇന്ദ്രജിത്തിൻ്റെ വീട്. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത റോഡ് ടു ദ ടോപ്പ് എന്ന ഹോളിവുഡ് ചിത്രത്തിലും അഭിനയിച്ചു. ഒരു ഗായകൻ കൂടിയാണ് ഇന്ദ്രജിത്ത്. മിഡിരണ്ടിലും എന്ന ചിത്രത്തിലെ ഡോക്ടർ അരുൺ, ചാന്തുപൊട്ടിലെ കൊമ്പൻ കുമാരൻ, ക്ലാസ്മേറ്റ്സിലെ പ്രൈസ്, നിരവധി നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ അഭിനയം ഏറെ പ്രശംസനീയമാണ്.